ഇപ്പം സമ്മറിൽ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ പത്രത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ഏറ്റവും പീക്ക് ഇലക്ട്രിസിറ്റി ഉപയോഗം നടക്കുന്ന ദിവസങ്ങളാണ് ഇപ്പോഴൊക്കെ. ഇപ്പോൾ സോളാർ വെച്ചിട്ട് കസ്റ്റമേഴ്സും ആയിരിക്കാം, സോളാർ വെക്കാത്തവരായിരിക്കാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പം എനർജി കുറയ്ക്കാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്, ഇപ്പോൾ എയർ കണ്ടീഷണർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ലക്ഷറി അല്ലാതായി കഴിഞ്ഞു. സാധാരണ എല്ലാവർക്കും AC ഒരുവിധം പേരൊക്കെ വെച്ചു തുടങ്ങി. ഇനിയിപ്പോൾ ആളുകൾ വെക്കാനുള്ള പ്ലാനുകളിലുമാണ്. പഴയ കാലത്തെ ഫാൻ പോലെ തന്നെ എയർ കണ്ടീഷൻ ആകുന്ന ഒരു കാലവരണം. ഇപ്പോൾ AC ഉപയോഗമാണ് ഏറ്റവും കൂടുതൽ പവർ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ എയർ കണ്ടീഷൻ്റെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ സെറ്റിങ്സ് 1 ഡിഗ്രി നമ്മൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ 6% ലാഭിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ 24 എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് 24 ശരിക്കും വേണ്ടു. 20ഉം 18ഒക്കെ ഉപയോഗിക്കുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അക്രമമാണ്. 24 ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് പോലും അത് 26 ഡിഗ്രിയിലേക്ക് ആക്കിയിട്ട് ഒരു BLDC ഫാൻ സ്ലോ സ്പീഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ 24 എഫക്റ്റ് തന്നെ കിട്ടും. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അപ്പം തന്നെ അവിടെ ഒരു 12% എനർജി സേവ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മളെപ്പോഴും ഔട്ട്ഡോർ ടെമ്പറേച്ചർ നോക്കിക്കൊണ്ട് അതിനേക്കാളും ഒരു 8-10 ഡിഗ്രി കുറവ് എന്നുള്ള ഒരു രീതിയിലേക്ക്, ഇപ്പോൾ പുറത്ത് നമുക്കൊരു 36 ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 26 ഡിഗ്രി നമുക്ക് അകത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ എനർജി സേവ് ചെയ്യാനായിട്ട് പറ്റും.